തലക്കടത്തൂര് ബാവഹാജി കേട്ടിട്ടില്ലേ നിങ്ങള്? ആ, എല്ലാരും കേട്ടിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. മഅദിനു സഖാഫത്തിൽ ഇസ്ലാമിയ, ബദറുദ്ദുജ, അതുപോലെ മർക്കസ് സഖാഫത്തി സുന്നിയ, ഇഹ്യാ സുന്ന തുടങ്ങി സ്ഥാപനത്തിൻ്റെ സഹകാരികളിൽ പ്രമുഖരാണ് അദ്ദേഹം. ധാരാളം സഹായങ്ങളാണ് സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹം നൽകിയത്. കിട്ടാവുന്ന ക്യാഷ് കഴിയാവുന്നതൊക്കെ സ്ഥാപനങ്ങളിലേക്ക് ദീനീ ഖിദ്മത്തിന് വേണ്ടി ചെലവഴിച്ച മഹൽ വ്യക്തിത്വമാണ്. ധാരാളം ആളുകൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ധാരാളം സ്ഥാപനങ്ങൾ അദ്ദേഹം മുഖേന നടന്നു പോകുന്നുണ്ട്. അദ്ദേഹം മുഖേന ധാരാളം മുതഅല്ലിമീങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അദ്ദേഹം മുഖേന ധാരാളം നന്മകൾ നടക്കുന്നുണ്ട്. തനിക്ക് കിട്ടിയ സമ്പത്ത് എന്ന് പറയുന്ന അനുഗ്രഹം അത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയവരാണ് തലക്കടത്തൂർ ബാവഹാജി. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു. മഅദിൻ സഖാഫത്ത് ഇസ്ലാമിയയുടെ ട്രഷററാണ് അദ്ദേഹം. ബദറുദ്ദുജയുടെ പ്രധാന സഹകാരിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഓരോ സ്ഥാപനത്തിൻ്റെയും ഇതിൽ പറയാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ ഒക്കെ നിറസാന്നിധ്യവും സഹകാരിയുമാണ് അദ്ദേഹം. എല്ലാ ദിവസവും സ്വതക്ക ചെയ്യുന്ന ഒരു ശീലമുള്ള മഹൽ വ്യക്തിത്വമാണ്. ചോദിച്ചവർക്കൊക്കെ ധാരാളമായി കൊടുത്ത മഹൽ വ്യക്തിത്വമാണ്. അള്ളാഹു താല അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ബാവഹാജി തലക്കെടുത്തു. ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കുകയും ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഭാഗ്യം നൽകുകയും ചെയ്താൽ അത് വലിയ അനുഗ്രഹമാണ്. അത് അങ്ങനെ ആ നിലക്ക് പ്രവർത്തിച്ച് അങ്ങനെ സേവനം ചെയ്ത് ദീനീ ഖിദ്മകളിലായി ജീവിച്ച ഒരു വ്യക്തിയാണ്. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ ഉസ്താദ്, അമീനു ശരീഅ ബഹുമാനപ്പെട്ട അലി ബാഫഖീഹി തങ്ങൾ, താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ്, താജുൽ ഉലമ നവറല്ലാഹു മർഖദ, ഇങ്ങനെ തുടങ്ങി സർവ ഉലമാക്കളെയും സയ്യിദന്മാരെയും അടുത്ത് ബന്ധം പുലർത്തുകയും അവരുടെ സ്ഥാപനത്തിലൊക്കെ നിത്യമായി സഹായം ചെയ്തുകൊണ്ടിരിക്കും. നിത്യമായെന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടാകുമ്പോഴൊക്കെ ഇടപെട്ടാൽ സഹായം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു തലക്കെടുത്തൂർ ബാവഹാജി. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ജീവിതകാലത്ത് ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളുടെയും സുഹൃതങ്ങൾ ആഖിറത്തിൽ വലിയ വരുമാനമായി, ആഖിറത്തിൽ വലിയ സമ്പാദ്യമായി അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ മക്കൾ, മരുമക്കൾ, പേരമക്കൾ, സന്താന പരമ്പര എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഭാര്യ, കുടുംബം, മറ്റെല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.